ഈ വീഡിയോ മമ്മൂക്ക ഫാൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെ ടർബോ ടിക്കറ്റ് നമുക്ക് ബുക്ക് മൈ ഷോയിൽ ഓഫർ മുഖാന്തരം ഫ്രീ ആയി പർച്ചേസ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, ചിലർക്കെങ്കിലും ഈ ഓഫറിനെ കുറിച്ച് അറിയാമെങ്കിലും മറന്നു പോയിട്ടുള്ളവരായിരിക്കാം, ചിലർക്ക് ഈ ഓഫറിനെ കുറിച്ച് അറിയില്ലായിരിക്കാം. എന്തായാലും നമുക്ക് ആ ബുക്ക് മൈ ഷോയിൽ ആ ഒരു ഓഫർ എന്താണ്, അതെങ്ങനെ ക്ലെയിം ചെയ്യാം എന്ന് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് മൈ ഷോ ത്രൂ ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എങ്കിലാണ് നമുക്ക് ഈ ഒരു ഓഫർ ലഭ്യമാകുക. ചിലപ്പോൾ നമുക്ക് ₹1 പോലും കൊടുക്കാതെ തന്നെ ഈ ടർബോയുടെ ടിക്കറ്റ് എടുക്കാൻ കഴിയും. ചിലപ്പം പകുതി പൈസ ആയിരിക്കും, ചിലപ്പോൾ ഒരു 20% 30% അത് നമ്മൾ ചെക്ക് ചെയ്താലേ പറയാൻ പറ്റൂ. അവരവർ നിങ്ങളുടെ ബുക്ക് മൈ ഷോയിൽ ഈ രീതിയിലൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ ബുക്ക് മൈ ഷോ ത്രൂ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താലാണ് ഈ ഒരു ഓഫറിനെ കുറിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതെങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെ കാണുക. ഞാൻ വീണ്ടും പറയുന്നത്, ചിലരെങ്കിലും നേരത്തെ ഉള്ളതായിരിക്കും, മറന്നുപോയവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ തിയേറ്റർ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് സീറ്റാണോ വേണ്ടത് ആ സീറ്റ് നമ്മൾ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഞാൻ 27 സീറ്റും 30ാമത്തെ സീറ്റുമാണ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യാനുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു വിൻഡോയിലേക്കായിരിക്കും എത്തുക. ഇങ്ങനെയാണ് ആ ഓഫർ എങ്ങനെ ക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് മോർ ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം ഏറ്റവും താഴെ റെഡീം പോയിൻ്റ്, ആ പേ ലേറ്ററിൻ്റെയൊക്കെ താഴെയായിട്ട് റെഡീം പോയിൻ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. നെറ്റ് ബാങ്കിങ്, പേ ലേറ്റർ, റെഡീം പോയിൻ്റ്. നമ്മൾ ആ റെഡീം പോയിൻ്റിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്കിൻ്റെ ലാസ്റ്റ് 4 നമ്മുടെ കാർഡിലെ ലാസ്റ്റ് ഡിജിറ്റ് അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 അക്കം കൊടുക്കുക. ശേഷം നമ്മുടെ ഫോൺ നമ്പർ, ഈ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടാണ് അവിടെ കൊടുക്കേണ്ടത്, നമ്മളുടെ തന്നെ. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റും നമ്മുടെ ഫോൺ നമ്പറും കൊടുക്കുക. എന്നിട്ട് ചെക്ക് ബാലൻസ് ചെക്ക് ചെയ്യുക. ആ സമയത്താണ് നമുക്ക് എത്ര രൂപ ഓഫറായിട്ടുണ്ട് എന്നറിയാൻ കഴിയുക. എനിക്ക് ₹347.25 340. എനിക്ക് ₹1 പോലും കൊടുക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഞാൻ ഓൾറെഡി കവിതയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഓഫർ എനിക്കറിയാം, പക്ഷേ എന്നാൽ തന്നെയും കുറച്ചും കൂടെ എമൗണ്ട് ആഡാകട്ടെ എന്ന് കരുതിയിട്ടാണ് പറിച്ചത്. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ പടമില്ലേ, അത് ടിക്കറ്റ് എടുത്ത് തന്നെ കയ്യിൽ കാശ് മുടക്കി തന്നെ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഓഫർ ഞാനിപ്പം ക്ലെയിം ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കവിത തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഫാൻസിനോടൊപ്പം കാണാൻ വേണ്ടി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഓഫർ ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് കണ്ടോ, 348 എന്ന് പറയുമ്പോൾ എനിക്ക് 2 ടിക്കറ്റ് വേണമെങ്കിൽ പൈസ ₹150 ടിക്കറ്റുകൾ 2 ടിക്കറ്റ് എടുക്കാം. എനിക്ക് പൈസ കൊടുക്കാതെ തന്നെ ഈ ഒരു ഓഫർ ക്ലെയിം ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റും. ഞാൻ സിനിമ അപ്പോൾ അതായത് നമ്മൾ നേരത്തെ ഈ ബുക്ക് മൈ ഷോ ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പം പൈസ ഇല്ലാതൊക്കെ ഇരിക്കുന്നവരുണ്ടായിരിക്കും. ഇപ്പം മന്ത് എൻഡ് ആകാൻ പോകുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ആലസ്യത്തിൽ പൈസ ഇല്ലാത്തവർ കാണും. അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ കാണും. ചിലപ്പോൾ ഒരു സിനിമ എങ്ങനെ ആയാലും കാണണമെങ്കിൽ ഒരു ₹300 ചിലവാണ് ഒരാൾക്ക്. പെട്രോളും അതെല്ലാം അങ്ങനെ ഒരു ₹300 വേണം എന്തായാലും. ടിക്കറ്റ് എന്തായാലും ഒരു ₹150 എന്തായാലും ചിലവ് വരും. അപ്പോൾ അങ്ങനെ ചിലപ്പം ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർക്കിതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഓഫർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായി സിനിമ കാണാൻ പോകുന്നവരാണ്, നിങ്ങൾക്കൊരു ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഇത്ര ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സുഹൃത്തിനെയും കൂടെ നിങ്ങൾക്ക് സഹായിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു സുഹൃത്തിനെയും കൂടെ നമ്മുടെ സിനിമ കാണിക്കാൻ കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫർ റെഡീം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സ്നേഹം. എന്തായാലും നാളെ തിയേറ്ററിൽ പോയി അടിച്ചു പൊളിക്കുക.